when we look around, we get to hear a lot of things. അതായത് പുറത്ത് പോയി ഒരുപാട് പേര് തിരിച്ചു വരുന്നു, പേരൻസ് കൺഫ്യൂസ്ഡ് ആവുന്നു. സോ വാട്ട് ഇസ് ഹാപ്പനിങ് ഇൻ ദി സ്റ്റഡി അബ്രോഡ് ഏരിയ? അതൊരു സ്കേറി റിയാലിറ്റി ആണോ? സ്കേറി റിയാലിറ്റി ആണോ എന്ന് വെച്ചാൽ സ്കേറി റിയാലിറ്റി തന്നെയാണ്. ബിക്കോസ് നമ്മൾ തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയാസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുവിധം നെഗറ്റീവ് ക്യാമ്പയിൻസ് ഒരുപാട് സ്ഥലങ്ങളിൽ കാണാം. പക്ഷേ എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ ഞാൻ നോക്കുന്ന സമയത്തേക്ക് എന്താണെന്ന് വെച്ചാൽ ഒരു പ്രോപ്പറായിട്ട് പ്ലാൻ ഇല്ലാതെ സ്റ്റുഡൻസ് പോകുന്ന സമയത്തേക്ക് കൊണ്ടുള്ള ഒരു ഇഷ്യൂസ് ആണ് ഇതൊക്കെ സംഭവിക്കുന്നത്. സ്റ്റഡി അബ്രോഡ് എന്ന് പറയുന്നത് ഇപ്പോൾ ലേറ്റ്ലി നമ്മുടെ കേരളത്തിൻ്റെ ഒരു സിറ്റുവേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ബിക്കം സൊസൈറ്റൽ പ്രഷറായി മാറിക്കൊണ്ടിരിക്കുകയല്ലേ. ഓട്ടോമാറ്റിക്കലി ഇവരുടെയൊക്കെ ഒരു, അതായത് ഒരു എൽഡർലി ആൾക്കാരുടെ ഇതിൽ ജനറേഷനിൽ ഒരു തോട്ട് എന്ന് വെച്ചാൽ പുറത്തേക്ക് പോയാൽ രക്ഷപ്പെടുമെന്നുള്ളതാണ്. ആ ഒരു ഹൈപ്പിന് കണക്കായിട്ടാണ് ഇവിടുത്തെ കൺസൾട്ടൻസീസും ഇത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അവിടെ പോയാൽ നിങ്ങളൊന്നും ആലോചിക്കേണ്ട, എവറിത്തിങ് സെറ്റ് എന്നുള്ള ഒരു പെർസ്പെക്റ്റീവ്, എവറിത്തിങ് സോർട്ടഡ്. ഇപ്പോൾ UK കേസ് ഞാൻ എടുത്ത് പറയുകയാണെങ്കിൽ 1 വർഷം പഠിക്കുന്നു, 2 വർഷത്തെ സ്റ്റേ ബാക്ക് കഴിഞ്ഞു, ഇനി ഒന്നും ചെയ്യാനില്ല. ജോലി കിട്ടാത്ത ആൾക്കാരാണെങ്കിൽ തിരിച്ചു വരുന്നത്. സോ ദാറ്റ് ഈസ് എ റിയാലിറ്റി. അവിടുന്ന് റിയലൈസ് ചെയ്യുന്ന ഒരു ഹാർഡ് ട്രൂത്ത് എങ്ങനെയായിരിക്കും, ഞങ്ങൾ നാട്ടിൽ പഠിച്ച ഡിഗ്രിയോ ഞങ്ങൾ ഇവിടെ വന്ന് പഠിച്ച ഡിഗ്രി ആയിരിക്കില്ല എനിക്ക് ഇവിടെ ജോലി വാങ്ങി തരുന്നത്. എനിക്ക് അവിടെ സ്കില്ല് വേണം എന്നുള്ളത്, ദാറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് തിങ്. അതിന് മേലെ അവർ വർക്ക് ചെയ്തിട്ടുണ്ടാവില്ല. ബിക്കോസ് ഇവിടുന്ന് അവർ പോകുന്ന സമയത്തേക്ക് അവരുടെ മൈൻഡിൽ ഫീഡ് ചെയ്തിട്ടുള്ളത് എന്താ, അവിടെ നിങ്ങൾ പോയാൽ യുവർ ലൈഫ് ഈസ് സെറ്റ് എന്നാണല്ലോ. പക്ഷേ ഈ റിയൽ ചാലഞ്ച് തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. ഈ പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസയുടെ ഒരു എയിം തന്നെ നമ്മൾ 1 വർഷം അവിടെ പോയി പഠിക്കുന്നു, അത് കഴിഞ്ഞിട്ട് 2 വർഷം ആ നാട്ടിൽ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് എക്സ്പ്ലോർ ചെയ്യാൻ ആ കൺട്രി കൊടുക്കുന്ന ഒരു വിൻഡോ ആണ് ഈ 2 ഇയേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പക്ഷേ സ്റ്റേ ബാക്ക് ടൈമിൽ ജോലി അവിടെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ട സ്കിൽ സെറ്റ് ഇയാളുടെ അടുത്തില്ല. അവിടെ ആയിരിക്കണം നമ്മൾ ആക്ച്വലി ഒരു സ്റ്റഡി അബ്രോഡ് പെർസ്പെക്റ്റീവിൽ നമ്മൾ ബ്രിഡ്ജ് ചെയ്യപ്പെടേണ്ട ഒരു ഗ്യാപ്പ് കിടക്കുന്നത് അവിടെയാണ്. ആ ഒരു ഗ്യാപ്പ് ബ്രിഡ്ജ് ചെയ്യാനാണ് ഞാൻ കാര്യമായിട്ട് ശ്രമിക്കാറുള്ളത്. ഇപ്പോൾ ദാറ്റ് മാറ്റർ ജർമ്മനി ആണെങ്കിലും നമ്മൾ ശ്രമിച്ചിട്ടുള്ളത് അങ്ങനെയാണ്. ഇപ്പോൾ ബാക്കിയുള്ള കൺട്രീസ് ഇപ്പോൾ ഇനിഷ്യേറ്റ് ചെയ്യുന്ന സമയത്തേക്കും നമ്മൾ ശ്രമിക്കുന്നത് അതാണ്.